നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സമഗ്ര സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ. ഇരു രാജ്യങ്ങളും തൊഴിൽ ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ 8 കരാറുകളിൽ ഒപ്പിട്ടു. സൈനികേതര ആണവോർജ്ജ രംഗത്തെ സഹകരണം ശക്തമാക്കാൻ തീരുമാനം. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ഭീകരവാദത്തെ ഒന്നിച്ചു നേരിടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി അടുത്ത സുഹൃത്തെന്ന് വ്ളാഡിമിർ പുടിൻ. ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. വലഞ്ഞ യാത്രക്കാർ. പരിഹാരവുമായി DGCA. പൈലറ്റുമാരുടെ വിശ്രമ സമയങ്ങളിലെ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി. നാളെ മുതൽ സർവീസുകൾ മെച്ചപ്പെടുത്തുമെന്ന് ഇൻഡിഗോ. ടിക്കറ്റ് ക്യാൻസലേഷനിൽ മുഴുവൻ തുകയും തിരികെ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. എസ് ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജിയുമായി കോടതിയെ സമീപിച്ച് ഡോക്ടർ B. അശോക് IAS. സർക്കാരിന്റെ ശമ്പളം പറ്റുന്നയാൾ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് വാദം. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. രാഹുലിന്റേത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളെന്ന് മുഖ്യമന്ത്രി. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടലുണ്ടാകുമെന്ന് JB പാർദിവാല അധ്യക്ഷനായ ബെഞ്ച്. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. സർക്കാരിന്റെയും ഗവർണറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് മന്ത്രി R. ബിന്ദു. കൊല്ലം കൊട്ടിയം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു താണു. പാർശ്വഭിത്തി ഇടിഞ്ഞു വീണ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ കുടുങ്ങി. സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പ്രതിഷേധവുമായി നാട്ടുകാർ. അന്വേഷണത്തിന് നിർദ്ദേശവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. NH അധികൃതർ സ്ഥലം സന്ദർശിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനം നാളെ. മത്സരം വിശാഖപട്ടണത്ത്. വിജയിക്കുന്നവർക്ക് പരമ്പര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ മത്സരക്രമം ഇന്നറിയാം. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് രാത്രി 10:30 മുതൽ ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. വിശദമായി നോക്കാം. കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു താണു. സൈഡ് വാളാണ് ഇടിഞ്ഞു വീണത്. സൈഡ് വാൾ ഇടിഞ്ഞു വീണ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ സർവീസ് റോഡിൽ അകപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ദേശീയപാതയിലെ സൈഡ് വാൾ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. പക്ഷേ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്. ഇപ്പോൾ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥലത്ത് പ്രതിഷേധവും നടന്നിരുന്നു. എന്തൊക്കെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഈ ദേശീയപാത ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറും ദേശീയപാത ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ സ്ഥലം സന്ദർശിച്ച് ഈ എവിടേക്കാണോ ഇത് ഇടിഞ്ഞു വീണത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തി വരികയാണ്. ആ പ്രദേശങ്ങളൊക്കെ തന്നെ അവർ സന്ദർശിച്ചു. നേരത്തെ ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങളിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ Firstly, very sad this incident has occurred. Unfortunate, okay? And we'll be getting it investigated pura in detail why this incident has taken place, okay? And once we do so, we'll get you the report. आप सबको पता चल जाएगा क्या कर रहे हैं हम लोग. But give us some time. हम लोग इसको investigate करके we'll get back to you on this thing, ठीक है? And our endeavor is to make good road. Yes, this is unfortunate, but our endeavor is to make good road. ठीक है? And we will continue to make this good road.
this setback will not actually pull us back. We'll learn from it and improve and make better roads. As of What are the safety measures you have you taken in this? जी हम लेते हैं, that's a standard safety procedure, we take it. These all safe standard methods are there. We always take that. ठीक है? Several complaints are raised by this local people who are not following any. No, that's not true. No, that's not true. That's not true. That's not true. No, yes, we are following it. See, as far as possible, we are following as much safety possible as safety precautions. We are taking it. And they are also complaining that there are no kind of supervision. That's wrong. That's wrong. You think without supervision, so much kilometer road has come up like that? Proper way. Do you think it has come up? How many proper? It is very much proper. One odd incident doesn't make it improper. So from your first visit, what is the solution you get? No, let the investigation team come and tell us. Rebuilding this road. Yes, obviously we'll rebuild it. Obviously, we'll not leave it as it is. We'll definitely take corrective measures and build a better one. Yes. Name and post. My name is Jambaz. I'm the regional officer here. So how much time will take this to reconstruct? We'll have to wait and see. We'll have to wait. It's just that it's a weird to happen. No? We'll have to wait and see. Thank you. ചർച്ചയിൽ എന്താണ് നാളെ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കും. കൺസ്ട്രക്ഷൻ കമ്പനി അതിൽ വരും. പക്ഷേ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് ഞാനൊരു ഡിസ്കഷൻ നടത്തും. ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ അവർ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയോട്. നിർമ്മിക്കുന്നുള്ളതല്ലേ അവർ തന്നെ പറയുന്നത്? അത് പറഞ്ഞല്ലോ, ഇതിനേക്കാളും ബെറ്റർ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് നോക്കാം. തീർച്ചയായും ഇപ്പോൾ ഉദ്യോഗസ്ഥരും NH ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെയും ഈ സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. അപ്പോൾ പ്രാഥമികമായുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മണ്ണ് ഈ പ്രദേശത്ത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായി ഉയർത്തിയിരുന്ന മണ്ണ് അതിൽ ബലക്ഷയം സംഭവിച്ചു. ആ മണ്ണ് ഈ പ്രദേശം ഈ വളരെ ഒരു പരിസ്ഥിതി ദുർബല പ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിൽ വയൽ പ്രദേശമൊക്കെ ഉള്ളതാകൊണ്ട് തന്നെ ആ മണ്ണ് അവിടെ അവർ ഉയർത്തി നിർത്തിയ സമയത്ത് ആ മണ്ണിൻ്റെ ബലം അത് ഭൂമിയിലേക്ക് താഴ്ന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായത് മൂലമാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. ഏതായാലും ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളിൽ 4 വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നിരുന്നത്. ഒരു സ്കൂൾ ബസ്സും 3 കാറുകളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കാറും ഒരു സ്കൂൾ ബസ്സും ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്പം മുമ്പാണ് ക്രെയിൻ ഉപയോഗിച്ച് ഈ സ്കൂൾ ബസ് ഉയർത്തി റോഡിൻ്റെ ഒരു വശത്തേക്കും തുടർന്ന് ബസ് ആ ഭാഗത്തേക്ക് മാറ്റി ചെയ്തു. തുടർന്ന് കാറ് ഈ റോഡിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നൊരു കാറാണ്. ആ കാറ് ഈ പ്രദേശത്തു നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് തള്ളി മാറ്റി ഈ റോഡിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് എതിർവശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും മറ്റ് കാറുകൾ 2 കാറുകൾ കൂടി ഈ പ്രദേശത്ത് ഇങ്ങനെ കുടുങ്ങി നിൽപ്പുണ്ട്. ഈ കാറുകൾ കൂടി ഉയർത്തി ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തുന്നതെങ്കിലും ഏറെ ശ്രമകരമായൊരു പ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ റോഡ് ഒരു ചരിഞ്ഞ ഘട്ടത്തിലാണ്, ചരിഞ്ഞു നിൽക്കുന്നു റോഡ്. ഒപ്പം തന്നെ റോഡിൽ വിള്ളലുണ്ടായിരിക്കുന്നു. അടിയിൽ നിന്ന് റോഡിൻ്റെ അടിഭാഗത്തു നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. അത്തരത്തിൽ ഒരു അപകടം നിറഞ്ഞൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ പ്രദേശത്തെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ മണ്ണും അല്ലെങ്കിൽ റോഡും ഒക്കെ ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു രക്ഷ ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഈ കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ മാറ്റം ചെയ്യുന്നതിന് നാട്ടുകാർക്കും ഒപ്പം തന്നെ ഫയർഫോഴ്സിനും ഈ ഇടയ്ക്ക് റോഡ് ഇടിഞ്ഞ് താഴ്ന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ NHൻ്റെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിച്ച് അവർ പറഞ്ഞത് ഇത് എന്തായാലും ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഉയർന്നു വന്ന ചില പരാതികളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ആക്ഷേപങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായ മറുപടി പറയാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു കൃത്യ വിലോപം അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ റോഡ് ഇത്രയും ദൂരം അവർക്ക് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ
നിർമ്മാണ ഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളെക്കുറിച്ചോ ഈ ഒരു സാഹചര്യം കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെ വിലയിരുത്തരുത് എന്നൊരു കാര്യമാണ് അന്വേഷണ അല്ലെങ്കിൽ ഈ NH-മായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഉയർത്തുന്നതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ ഈ വാഹനങ്ങളുടെ വീലുകൾ ഈ തകർന്ന റോഡിന് അകത്തേക്ക് പെട്ടിരിക്കുന്നതിനാൽ ആ റോഡിൽ നിന്നും ഇവ ഉയർത്തിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിനൊടുവിലാണ് ഈ സ്കൂൾ ബസ്സും അല്പം മുമ്പ് ഈ കാറും ഈ പ്രദേശത്ത് നിന്നും മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കാണുന്ന ഈ ചരിഞ്ഞ ഈ റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചരിഞ്ഞ ഭാഗങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇളകി വീഴുന്നത് കാണുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിനുള്ളിലാണ് മണ്ണ് നിറഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മണ്ണ് നിറഞ്ഞ് റോഡ് ഇങ്ങനെ ഉയർത്തി പോകുന്നത്. കാര്യം തൊട്ടപ്പുറത്ത് ഒരു റോഡിനടിയിലുള്ള ഒരു അണ്ടർ പാസേജ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അണ്ടർ പാസേജ് കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ റോഡ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ഈ ഉയർത്തി നിർത്തിയ ഭാഗത്താണ് ഇപ്പോൾ ഭൂമിക്ക് ബലക്ഷയമുണ്ടായി അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്ന് ഇറങ്ങിക്കൊണ്ട് ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് ചരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലായത് ഒരു ഭാഗ്യം എന്ന് വേണം പറയാൻ. കാര്യം ഈ വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. 4 മണിയുടെ അടുത്ത് ഈ തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു. അപ്പോൾ സ്കൂൾ ബസ് ഉൾപ്പെടെ 32ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആ സ്കൂൾ ബസ്സിൽ. അപ്പോൾ അവർ ഉൾപ്പെടെ സഞ്ചരിച്ചു വന്നിരുന്ന ഒരു സമയമായിരുന്നു, ഈ കാറുകൾ സഞ്ചരിച്ചു വന്നിരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇത് ഇങ്ങനെ ഇടിഞ്ഞ് അപകടം സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ കാണുന്ന ഈ ചരിഞ്ഞു നിൽക്കുന്ന ഈ ഭിത്തി അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണ സ്ലാബ്, ഈ റോഡിൻ്റെ ഈ സ്ലാബ് ഒരുപക്ഷെ തിരിച്ച് ഇപ്പോൾ ഇത് ചരിഞ്ഞ് നിൽക്കുന്നു. ഇത് റോഡിലേക്ക് കമിഴ്ന്ന് വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വാഹനങ്ങളുടെ പുറത്തേക്കാണ് വീഴേണ്ടിയിരുന്നത്. അങ്ങനെ വീണിരുന്നെങ്കിൽ അതൊരു വലിയ അപകടമായി മാറിയേനെ, വലിയൊരു ദുരന്തമായി നാടിനെ നടക്കുന്ന ഒരു ദുരന്തമായി മാറിയേനെ. ഏതായാലും അത്തരത്തിലൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്തൊരു ഗൗരവം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എത്രത്തോളം ഒരു ലാഘവത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെ കാണുന്നത് എന്നതുകൊണ്ടാണ്. കാര്യം ഈ വളരെ സുരക്ഷിതമായി നടത്തേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാര്യം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും മറ്റുമൊക്കെ കടന്നു പോകുന്ന ഒരു ദേശീയപാത. അപ്പോൾ നിരന്തരം വാഹനങ്ങൾ, KSRTC ബസ്സായാലും സ്വകാര്യ വാഹനങ്ങളായാലും ഇപ്പോൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന എപ്പോഴും തിരക്കേറിയ ഒരു പ്രധാന പാത. അപ്പോൾ ഇവിടെയൊക്കെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയാണ് അല്ലെങ്കിൽ എത്തരത്തിൽ വിലയിരുത്തലുകളിലൂടെയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഒരു ഇടപെടലോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തത് മൂലം സംഭവിക്കുന്ന ഈ അപകടങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കും ഏറെ പ്രതിഷേധമാണുള്ളത്. നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഈ ഒരു ശബ്ദം കേട്ടും അല്ലെങ്കിൽ ഈ റോഡ് തകർന്ന സമയത്ത് ഈ ഒരു ബഹളം അറിഞ്ഞു വന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അശാസ്ത്രീയതയെക്കുറിച്ചാണ് പറയാനുള്ളത്. അല്ലേ, എന്താ സംഭവിച്ചത്? നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതികരിക്കുന്നതിന് ചില ഭയമുണ്ട്. കാര്യം അത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നാട്ടുകാരായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു രീതിയിൽ ഇതിനു മുൻപേ നിരവധി തവണ പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു പരാതി, ഒരു സങ്കടം അത്തരത്തിൽ അവരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇക്കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ. കാര്യം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികൃതർ ചെവിക്കൊണ്ടില്ല. അത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് അവർക്കൊക്കെ ഉള്ളത്. എങ്കിലും ഈ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടിയിരുന്ന ഒരു കാര്യം, അതായത് അത്രയും വളരെ ഒരു സുരക്ഷിതമായി നടത്തേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സമയം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന താങ്കളാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? ആ സമയത്ത് ഇവിടെ ആ കിങ് സ്കൂളിൻ്റെ വാഹനത്തിനകത്ത് ഏതാണ്ട് 30-ൽ പരം കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഞാനിവിടെ ഈ കടയിൽ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. കുട്ടികളെ ഡ്രൈവറുടെയും അതിനകത്ത് ആയയുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് അപ്പുറത്തെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി മുമ്പിൽ വന്ന 3 വാഹനങ്ങളിലെ യാത്രക്കാർ ഇതുവഴി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാര്യമായ ഇതിൻ്റെ സ്ഥിതി എന്തുവാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റാത്ത രീതിയാണ്. ഇത്
തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽ പ്രദേശത്തിൽ സ്പാൻ കൊടുക്കാതെ സാധാരണ രീതിയിൽ ഒരു ഇരുനില കെട്ടിടം നിർമ്മിക്കുമ്പോൾ പോലും ഫില്ലർ അടിച്ച് വെക്കേണ്ട അവസ്ഥയിൽ ഇവിടെ മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ഈ ശിവാലയ കൺസ്ട്രക്ഷൻ. ഒരു നിയമപരമായ മണ്ണ് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിവാകുന്ന വസ്തുത. കൂടാതെ ഈ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിലും എക്കൽ മണ്ണ് ഉൾപ്പെടെ നിങ്ങൾക്ക് മേളിൽ പോയി നോക്കിയാൽ കാണാം. എക്കൽ മണ്ണ് ഉൾപ്പെടെ കക്ക ഉൾപ്പെടുന്ന എക്കൽ മണ്ണ് ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ പറയുന്ന ഈ അടിപ്പാതകൾ ഇനിയും കൊട്ടിയത്തും പോലെയുള്ള പ്രദേശങ്ങളിലും ആ ചതുപ്പ് പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും ഈ അടിപ്പാത ഇടിയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഒരിക്കലും ഇവിടെ സ്പാനിലൂടെ അല്ലാതെ ഒരു കാരണവശാലും ഈ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് ഇവർ നിരന്തരം സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തും, പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല. ഇപ്പോൾ നിർമ്മാണം ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്നും കാറിനെ ഉയർത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാടാണ് ദേശീയപാത ഇടിഞ്ഞു താണത്. സൈഡ് വാളാണ് ഇടിഞ്ഞു വീണത്. സൈഡ് വാൾ ഇടിഞ്ഞു വീണ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം സ്വകാര്യ വാഹനങ്ങളെല്ലാം അകപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ദേശീയപാത അധികൃതർ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ വാണിജ്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ. നൈപുണ്യ വികസനത്തിൽ ഉൾപ്പെടെ സഹായകരമാകുന്ന നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സാമ്പത്തിക സഹകരണ കരാർ ഇതേ രീതിയിൽ 2030 വരെ തുടരുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു. എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ തുടർന്ന് നടക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും ബന്ധവും കൂടുതൽ ദൃഢമാക്കും. ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് ഹൗസിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. Your Excellency, my friend राष्ट्रपति पुतिन, दोनों देशों के डेलीगेट्स, मीडिया के साथियों, नमस्कार, दोबरी दिन। आज भारत और रूस के 23वें शिखर सम्मेलन में राष्ट्रपति पुतिन का स्वागत करते हुए मुझे बहुत खुशी हो रही है। उनकी यात्रा ऐसे समय हो रही है जब हमारे द्विपक्षीय संबंध कई ऐतिहासिक माइलस्टोन के दौर से गुजर रहे हैं। Уважаемый господин Distinguished Prime Minister, dear friends, ladies and gentlemen, first of all, I would like to sincerely thank the President of the Republic of India, Draupadi Murmu, you personally, distinguished Prime Minister. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ നിസ്സഹായത പ്രകടിപ്പിച്ച ഇൻഡിഗോ സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലെത്താൻ ഫെബ്രുവരി 10 വരെ സമയമെടുത്തേക്കാമെന്ന് ഇൻഡിഗോ അറിയിച്ചു. അതുവരെ വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കും. താൽക്കാലികമായി സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും കമ്പനി അറിയിച്ചു. ജീവനക്കാരെ നിയമിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് കാലതാമസമുണ്ടാകും. അതേസമയം ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി മറ്റ് വിമാന കമ്പനികൾ സർവീസ് നടത്തുകയാണ്. ടിക്കറ്റ് നിരക്കുകളിൽ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഇരട്ടിയിലധികം ചിലവാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ എന്ന സ്ഥിതിയാണ്. നാളെ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് വില 65,000-ന് മുകളിലാണ്. മുംബൈ, പൂനെ, ബംഗളൂരു സർവീസുകളുടെ ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചു. ഡൽഹി, കൊച്ചി വിമാന ടിക്കറ്റ് നിരക്ക് 5,00,000-നടുത്താണ്. നാളത്തെയും ഞായറാഴ്ചത്തെയും ടിക്കറ്റ് നിരക്കിലാണ് വർധനവ് കാണുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, ഛത്തീസ്ഗഡ്, ഗോവ, പാട്ന, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലും പ്രതിസന്ധിയുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതെന്ന് മുഖ്യമന്ത്രി. അത്തരമൊരു പൊതുപ്രവർത്തകനെ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. എംപിമാരെല്ലാം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ബ്രിട്ടാസ് ഫലപ്രദമായി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഇടപെടൽ ശേഷി എംപിമാർക്കിടയിൽ ബ്രിട്ടാസിനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് മുഖ്യമന്ത്രി നിലപാടുകൾ വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വൈകൃതങ്ങൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെ അറിഞ്ഞ ശേഷം ഭാവിയിലെ വാഗ്ദാനമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് ഫലപ്രദമായി പ്രവർത്തിച്ച് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക്
സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? വന്ന കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ, ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. PM ശ്രീയിലെ ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥത സംബന്ധിച്ച ചോദ്യത്തിന് സംസ്ഥാന താൽപ്പര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. രാജ്യസഭ CPMന്റെ നേതാവെന്ന നിലക്ക് ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ MP-മാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കിഫ്ബിക്കെതിരായ ED നോട്ടീസ് പരിഹാസ്യമെന്നും തിരഞ്ഞെടുപ്പ് കാലമായാൽ ഇങ്ങനെ പലതും വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RBIയുടെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. അതിലൊന്നായിരിക്കാം ഇത്. ഇനി എന്തൊക്കെയാണ് വരാനുള്ളതെന്ന് അവർക്കേ അറിയാവൂ, നമുക്കറിയില്ലാലും. പക്ഷേ ഇത് വളരെ പരിഹാസ്യമായിപ്പോയി. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചു എന്നതിൻ്റെ മേലെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ശബരിമലയിലെ അന്വേഷണത്തെപ്പറ്റി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പറയുന്നത് ഔചിത്യമല്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം തൃപ്തികരമായാണ് മുമ്പോട്ട് പോകുന്നത്. CPM ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കില്ല. M. മുകേഷ് MLA പത്മകുമാർ കേസുകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു രാഷ്ട്രീയപരമായ മറുപടി കൂടി പറഞ്ഞ് മുഖ്യമന്ത്രി മീറ്റ് ദി പ്രസ് അവസാനിപ്പിച്ചു. ഇവിടുത്തെ ജില്ലയിലെ ഒരു MLA ഇല്ലേനോ കോൺഗ്രസിൻ്റെ, എന്തേനോ അദ്ദേഹത്തിൻ്റെ പേര്? എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തൊരു MLA വിൻസെന്റ്, അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ. ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ നിർണായക പരാമർശം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED നീക്കത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ. റിമാൻഡ് റിപ്പോർട്ടുകളും FIR പകർപ്പുകളും ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർക്കുകയായിരുന്നു. ED അപേക്ഷ ഡിസംബർ 10 വിജിലൻസ് കോടതി പരിഗണിക്കും. കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെയാണ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ നീക്കം. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 8 വരെ നീട്ടി. തിങ്കളാഴ്ച പത്മകുമാറിനെ രണ്ടാമത്തെ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാനും SIT തയ്യാറെടുക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് ഹർജി. K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B. അശോകാണ് ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും K. ജയകുമാർ പറഞ്ഞു. സർക്കാർ പദവിയിലിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. IMG ഡയറക്ടറായിരിക്കെയാണ് K. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് കാർഷികോൽപാദന കമ്മീഷണർ B. അശോക് നൽകിയ ഹർജിയിൽ പറയുന്നു. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും K. ജയകുമാറും പറഞ്ഞു. IMG ഡയറക്ടർ പദവിയിൽ തുടരുന്നത് പകരക്കാരൻ വരുന്നതുവരെ മാത്രമാണെന്നും ജയകുമാർ വ്യക്തമാക്കി. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു.
അവിടെ IMG-യിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. 2 ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്തിൽ അതിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതേസമയം അശോകിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 15 ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കെ ജയകുമാറിന്റെ നിയമനം പൊതുസ്വീകാര്യതയുള്ള കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പലതരത്തിൽ സേവനം നടത്താൻ അദ്ദേഹം അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മഹത്തായ ആശയം ഒരു ലോകം ഒരു ഹൃദയം, ലോകനന്മ ലക്ഷ്യമിട്ടുള്ള ഈ കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. 15 ലക്ഷത്തോളം രൂപ സമ്മാനമായി നൽകുന്ന മത്സരങ്ങളിലൂടെയാണ് അമൃത വിശ്വവിദ്യാപീഠം ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തെ വിദ്യാർത്ഥികളിലൂടെ വളർത്തിയെടുക്കുന്നത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തിയും എത്രയുണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷയം മറ്റേത് വിഷയത്തെക്കാളും ഭാരമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ കൊള്ളുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ഉപന്യാസം, ക്വിസ് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിലൂടെ പെയിന്റിംഗ്, ഉപന്യാസരചന, ക്വിസ് മത്സരങ്ങൾ എന്നിവ നടക്കും. കേരളത്തിലുടനീളം 400ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000തോളം വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 23 കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരം നടക്കും. അമ്മയുടെ മഹത്തായ ആശയങ്ങൾ വിദ്യാർത്ഥികളിലൂടെ നട്ടുവളർത്തി ലോക നന്മയ്ക്കായി വഴിയൊരുക്കുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമൃത വിശ്വവിദ്യാപീഠം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് അക്കാഡമിക് ഔട്ട്റീച്ച് ഡയറക്ടർ സ്വാമി മഹേശ്വര ചൈതന്യ പറഞ്ഞു. 25 കൊല്ലം മുമ്പ് അമ്മ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ വെച്ച് മലയാളത്തിൽ സംസാരിച്ച ആശയങ്ങൾ, അതായത് അമ്മ എന്തിനാണോ അന്ന് ഊന്നൽ നൽകിയത്, അങ്ങനത്തെ ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചും മൂല്യച്യുതിയും പ്രകൃതിക്കെതിരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്ലാസ്റ്റിക് ഉപയോഗം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ 25 കൊല്ലത്തിന് മുമ്പ് അമ്മ അത് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? അത് ഈ പറയുന്ന ജെൻസി കാറ്റഗറി, അതായത് ഭാവിയിലെ പൗരന്മാർ, അവരിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും? അപ്പോൾ ഇത് മത്സരം എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുത്തിട്ട് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അഭിപ്രായങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനും വരയ്ക്കാനുമുള്ള ഒരു വേദിയാണിത്. ഒരേ സമയം വിവിധ സെന്ററുകളിലായി നടക്കുന്ന ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ജാനുവരി 12-ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഇതിൽ വിജയികളാകുന്നവർക്ക് 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക.
വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ദീപാരാധനയുടെ സമയമാണ്. ശബരിമല സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ നവീകരിക്കപ്പെടുകയാണ് വയനാട്ടിലെ അതിപുരാതനമായ എടഗുനി ശിവക്ഷേത്രം. പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടക്കുന്ന കർമ്മങ്ങൾക്ക് കൊല്ലം അമൃതപുരിയിലെ ബ്രഹ്മചാരികൾ നേതൃത്വം നൽകും. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ് വയനാട് കൽപ്പറ്റ എടഗുനിയിലെ ശിവക്ഷേത്രത്തിലെ ഭാരവാഹികൾ. ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം അമ്മയുടെ കാരുണ്യത്താൽ വീണ്ടും പുനരുജ്ജീവനമേകുകയാണ്. മറ്റന്നാൾ ഇവിടെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂജാകർമ്മങ്ങൾ നടക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളും അതോടൊപ്പം വയനാട് മഠാധിപതിയും നമ്മോടൊപ്പം ചേരുകയാണ്. ഓം നമഃ ശിവായ. കൽപ്പറ്റ മണിയങ്കോട് എടഗുനി ശിവക്ഷേത്രം അതിപുരാതനമാണ്. വളരെ കാലമായിട്ട് അത് ശ്രദ്ധിക്കാൻ കഴിയാതെ ഇങ്ങനെ ഉള്ളൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അത് വളരെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കേന്ദ്രം കൊണ്ട് പുരാതനമായ ശിവക്ഷേത്രമുണ്ട്, ശിവലിംഗമുണ്ട്. ഏതായാലും ജനങ്ങളുടെ ആഗ്രഹപ്രകാരം മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ അധീനത്തിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ആ ക്ഷേത്രം നവീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ ഞായറാഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ്. ഈ സാധാരണ പറയാറൊരു ക്ഷേത്രം നശിച്ചു കിടന്നാൽ ആ ഗ്രാമത്തിന് മുഴുവൻ അതിൻ്റെ ശാപമാണെന്നാണ് പറയാം. എല്ലാവർക്കും അതിൻ്റെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമാജത്തിലെ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും കുടുംബത്തിലൊക്കെ അതിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രം എത്രയും വേഗം പൂർത്തിയാവാൻ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി കഴിയണം എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ അമ്മയായിട്ട് ബന്ധപ്പെടുകയും അമ്മേൻ്റെ ദയാൽ ഈ അമ്പലം ഉണ്ടാക്കി തരാമെന്നുള്ള അമ്മ ഏൽക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടമായിട്ട് ഇവിടെ ഗണപതി ഹോമങ്ങളും പൂജകളൊക്കെ പാടെ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും സ്വാമിമാർ വന്നിട്ട് ഇതൊരു പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ഇതിൽ പങ്കെടുക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സ്വാമിമാർക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഞങ്ങളെ ഈ നാടിന് വേണ്ടിയിട്ടും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞായറാഴ്ച നടക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് കൊല്ലം അമൃതപുരിയിലുള്ള ബ്രഹ്മചാരികളാണ് നേതൃത്വം നൽകുക. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.